വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമുക്ക് മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് പേര് നമ്മളോട് ചോദിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളിതൊരു സ്റ്റഡി ടൈമിൽ അല്ലെങ്കിൽ സ്റ്റഡി ലീവിലൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ മസ്റ്റായിട്ട് 2x ഇട്ടിട്ട് കാണാൻ നോക്കുക. 2x തന്നെ കാണുക, കാരണം അത്ര നേരം നിങ്ങൾക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും 2x തന്നെ ഇട്ട് കാണാൻ നോക്കുക. പിന്നെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒന്നുകൂടി കാണുന്നുള്ള ടൈം ആകുമ്പോൾ നോർമൽ സ്പീഡിലോ 1.5 സ്പീഡിലൊക്കെ വീഡിയോ കണ്ട് തീർക്കാൻ നോക്കുക. അതും നിങ്ങൾക്ക് എഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ മാത്രം വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആവേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഞാൻ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്. SLC +1 +2 എനിക്ക് ഫുൾ മാർക്ക് തന്നെ ഇംഗ്ലീഷിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. A+ കിട്ടിയിട്ടുണ്ട്. എനിക്കൊന്ന് +2 എനിക്ക് ഫുൾ മാർക്ക് ഇല്ലായിരുന്നു, എന്തോ 2-3 മാർക്ക് എന്തോ ഇംഗ്ലീഷിന് പോയിട്ടുണ്ടായിരുന്നു. +1 SLCക്ക് A+ ആയിരുന്നു. പിന്നെ മറ്റ് ഇപ്പോൾ മോഡൽ എക്സാമൊക്കെ നോക്കുമ്പോൾ മിക്കതും 1 മാർക്കോ അല്ലെങ്കിൽ 1 മാർക്ക് കുറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജി ടിപ്സാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. പിന്നെ ഇതിലെ ക്ലിപ്സ് കാര്യങ്ങളും നോക്കണ്ട, ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് പെട്ടെന്ന് തോന്നിയപ്പോൾ ഇങ്ങനൊരു കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആണ്. സോ ക്ലിപ്സ് കാര്യങ്ങളൊന്നും നോക്കണ്ട. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്തായാലും എക്സാംസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് എനിക്കറിയാം. അപ്പോൾ എന്തായാലും വലിച്ചു നീട്ടുന്നില്ല, ഇൻട്രൊഡക്ഷൻ ഒന്നും വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ടെസ്റ്റ് വായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിതിൽ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ റിവിഷൻ ചെയ്യുന്നവരെയും അതുപോലെ ഒരു ആവറേജ് ലെവലിൽ നിൽക്കുന്നവർ, അതേപോലെ ഇംഗ്ലീഷ് ഇതുവരെ പഠിക്കാത്തവർ എല്ലാവരും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ വായിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൻറ്റാണ് നമുക്ക് വേണ്ടത്. എന്താണ് നമ്മുടെ ഇംഗ്ലീഷിലെ ഓരോ സ്റ്റോറീസ് എന്നുള്ള വ്യക്തമായ ഒരു ധാരണ നമുക്ക് ഉണ്ടാവണം. ആ കണ്ടൻറ്റ് എന്തായാലും നമുക്ക് വേണം. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ 1-2 അതിൽ കൂടുതൽ എന്ത് ചെയ്യണം, ടെസ്റ്റ് വായിച്ചിരിക്കണം. മിനിമം 2 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ടെസ്റ്റ് വായിച്ചിരിക്കണം. അപ്പോൾ അങ്ങനെ വായിക്കാൻ നിങ്ങൾ ഒട്ടും സമയമില്ലാത്തവരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു വട്ടെങ്കിലും വായിച്ചിട്ട് അതിൻ്റെ സമ്മതി ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ കണ്ടൻറ്റ് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എക്സാം എത്ര ടഫായാലും നമുക്കതിനെ സിമ്പിളാക്കി എടുക്കാൻ പറ്റും. കാരണം കണ്ടൻറ്റ് നമ്മുടെ കയ്യിലുണ്ട്. എക്സാം ടഫ് ആവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നാലും ഈ ഒരു രീതിയിൽ ഈ ഒരു കണ്ടൻറ്റ് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷിനെ പറ്റി നിങ്ങൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ടെസ്റ്റ് നന്നായിട്ട് വായിക്കുക. എത്രത്തോളം വായിക്കുക അത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് വായിച്ചിട്ട് കണ്ടൻറ്റ് മനസ്സിലാക്കി വെക്കുക. സമ്മതി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. സമ്മതി ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് അതൊന്ന് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സമ്മതി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ കണ്ടൻറ്റ് സെറ്റാക്കി വെക്കുക. അതിന് എനിക്ക് തോന്നുന്നത് ഒരു ഹാഫ് ഡേ ഒക്കെ മതിയാവും സമ്മതി ഒന്ന് മനസ്സിലാക്കി പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളവർ. അങ്ങനെ സമ്മതി നമ്മുടെ കയ്യിൽ, കണ്ടൻറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനി നമ്മളിത് എഴുതണം അല്ലേ, ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് എഴുതണം. അപ്പോൾ അതിനേതായിട്ട് ഓരോ ഫോർമാറ്റ്സ് ഉണ്ടാവും. അപ്പോൾ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫോർമാറ്റും പഠിച്ചു വയ്ക്കുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ലെറ്റർ, ഡയറി, ക്യാരക്ടർ സ്കെച്ച്, പ്രൊഫൈല്, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ, ഇമെയിൽ, അങ്ങനത്തെ എല്ലാ സംഭവങ്ങൾക്കും ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് വ്യക്തമായി എന്ത് ചെയ്ത് വെക്കുക, ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഫോർമാറ്റ് എഴുതി വെക്കുക, അല്ലെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക നിങ്ങളുടെ നോട്ടിൽ. ഇമ്പോർട്ടൻ്റ് ആണ് അത്, കാരണം ഫോർമാറ്റിന് മാർക്കുണ്ട്. നിങ്ങൾക്ക് കണ്ടൻറ്റ് എന്ത് അറിയില്ലെങ്കിലും ഡയറി എഴുതാൻ ചോദിച്ചാൽ ആ ഒരു ഫോർമാറ്റ് കണ്ടാൽ തന്നെ ഒരു 3-4 മാർക്ക് എന്തായാലും അവിടെ കിട്ടും. അത് എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണെന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. എനിക്കൊന്ന് ഡയറി 5 മാർക്കിനൊക്കെയാണ് ചോദിക്കുക എന്നുള്ളത്. അപ്പോൾ എത്ര ആയിക്കോട്ടെ അതിൽ ഒരു 1-2 മാർക്ക് എന്തായാലും കിട്ടും. ഫോർമാറ്റിന് മാർക്കുണ്ട്. അപ്പോൾ ഫോർമാറ്റ് എന്തായാലും വ്യക്തമായി പഠിച്ചു വയ്ക്കുക. ഫോർമാറ്റ് ആയിരിക്കും ആദ്യം നമ്മുടെ ഒരു essay ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് സാറുമാർ നോക്കുന്നുണ്ടാവുന്നത് ആ ഒരു ഫോർമാറ്റ് ആവും. ആ ഫോർമാറ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ടൻറ്റ് പിന്നെ സെക്കൻഡറി ആണ്. കണ്ടൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ആദ്യം നോക്കുക ഫോർമാറ്റാണ്. അപ്പോൾ ഫോർമാറ്റ് എന്തായാലും മസ്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ഫോർമാറ്റ് നമുക്കൊന്നും അറിയില്ലെങ്കിലും തള്ളണം എന്നുണ്ടെങ്കിൽ, ഒരു ഡയറി ചോദിച്ചാൽ ഡയറി തള്ളണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോർമാറ്റ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഫോർമാറ്റും വ്യക്തമായി പഠിച്ചു വയ്ക്കുക. പിന്നെ നിങ്ങളൊരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ അതിന് വരുന്ന ക്വസ്റ്റ്യൻസിനും ഒക്കെ സെയിം ഇൻട്രൊഡക്ഷനും സെയിം കൺക്ലൂഷനും ആയിരിക്കും. അപ്പോൾ എന്തായാലും ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും ഒന്ന് മാറ്റി വയ്ക്കുക. ഇപ്പോൾ ഇംഗ്ലീഷിൽ ഏതെങ്കിലും ഫസ്റ്റ് ചാപ്റ്റർ എടുത്ത് വായിച്ച് സമ്മതി നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ സമ്മതി ഇപ്പോൾ എങ്ങനെ ചോദിച്ചാലും അതിനൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ പഠിച്ചു വയ്ക്കുക, കൺക്ലൂഷനും പഠിച്ചു വയ്ക്കുക. അപ്പോൾ അത് രണ്ടും വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ ആയാലും ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമാറ്റ് മനസ്സിലാക്കി വയ്ക്കുക. ഫോർമാറ്റ് പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. ഓക്കെ. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PYQ ആണ്. അപ്പോൾ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം നിങ്ങൾ ടെസ്റ്റ് വായിച്ചു, കണ്ടൻറ്റ് സെറ്റാക്കി വെച്ചു. സെക്കൻഡ് ഫോർമാറ്റ്സ് പഠിച്ചു. ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കണ്ട, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ എത്രയൊക്കെ സിലബസ് മാറി ടഫാണ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കഴിഞ്ഞ പ്രാവശ്യത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ സോൾവ് ചെയ്യുക. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും കൂടി സോൾവ് ചെയ്തിട്ട് പോകാൻ നോക്കുക. അല്ലെങ്കിൽ അതൊന്ന് വായിച്ച് എങ്ങനെ അതിനെ ആൻസർ ചെയ്യേണ്ടത്, പ്രോപ്പർ രീതിയിൽ എങ്ങനെ ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളതൊന്ന് നോക്കിയിട്ട് പോവുക. ഓൾറെഡി നിങ്ങളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ മോഡൽ
എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്തതാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ പോവുക. ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ അനലൈസ് ചെയ്യുക. അതേപോലെ തന്നെ അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൽ പോയ ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും. പല ടീച്ചേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതുണ്ടാവും. അതെടുക്കുക, സോൾവ് ചെയ്യുക, പഠിക്കുക. അപ്പോൾ കണ്ടൻറ്റ് സെറ്റാക്കി കഴിഞ്ഞാൽ, ഫോർമാറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പഠിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ടൻറ്റൊക്കെ സെയിം ആണ്. അവിടെ നമ്മൾ എഴുതുന്ന ഫോർമാറ്റ്സും രീതിയിലുമാണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് പഠിച്ചിട്ട് പോവുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോർത്ത് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഫോർത്ത് ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI യൂസ് ചെയ്യുക. AIയും ChatGPT ഒക്കെ യൂസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ChatGPT ഒക്കെ യൂസ് ചെയ്ത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത്ര യൂസ്ഫുള്ളാണ് ഈ ChatGPT. അതേപോലെ തന്നെ AI മോഡ് എന്ന് പറയുന്നത്. ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് AI മോഡ് കിട്ടും. ആ AI മോഡിൽ പോയിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല എന്താ പറയുക, നല്ല ആൻസേഴ്സ് നിങ്ങൾക്ക് അവിടെ കിട്ടാൻ പറ്റും. നല്ല ക്വസ്റ്റ്യൻസ്, നല്ല ആൻസേഴ്സും കിട്ടും. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, എന്താണോ വേണ്ടതെന്നുള്ളത് ജസ്റ്റ് പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അവിടെ മേലെ തന്നെ കിടക്കും AI മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടും. ഇപ്പോൾ വലിയ വലിയ സ്റ്റോറി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സമ്മതി വേണമെന്നുണ്ടെങ്കിൽ അവർ തരും. ഏതെങ്കിലും ഒരു രീതിയിൽ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് അറിയില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ കോപ്പി പേസ്റ്റ് ചെയ്ത് പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. AI മോഡിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ആൻസേഴ്സ് കിട്ടും. ഫുൾ മാർക്ക് കിട്ടാവുന്ന രീതിയിലുള്ള ആൻസേഴ്സ് AI മോഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അത് ഞാൻ ഗ്യാരണ്ടിയാണ്. ഞാൻ യൂസ് ചെയ്ത് ഞാൻ മാർക്ക് മേടിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ മാക്സിമം AI മോഡ് യൂസ് ചെയ്യുക. അവിടെ തന്നെ നിങ്ങൾക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസ്, 3 മാർക്ക് ക്വസ്റ്റ്യൻസ്, 4 മാർക്ക് ക്വസ്റ്റ്യൻസ്, 5 മാർക്ക്, അങ്ങനെ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസും AI മോഡ് തരും. നമ്മളൊന്ന് ജസ്റ്റ് ചോദിച്ചാൽ മതി. ചോദിച്ചാൽ മനസ്സറിഞ്ഞ് തരുന്ന ഒരു സംഭവമാണ് ഈ AI മോഡും അതുപോലെ തന്നെ ChatGPT ഞാൻ തോന്നുന്നത് ഭയങ്കര സിമ്പിളായിട്ട് നിങ്ങൾക്ക് എത്ര ഒരു ഏവറേജ് സ്റ്റുഡൻറ്റ്, ബിലോ ഏവറേജ് സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിലും അത്രയും ഏതൊരു ആൾക്കും മനസ്സിലാവാൻ പറ്റുന്ന ഇംഗ്ലീഷിൽ ChatGPT അത് സമ്മതിയാക്കി തരും. അപ്പോൾ അത് മാക്സിമം രണ്ടും എന്ത് ചെയ്യുക, യൂസ് ചെയ്തിട്ട് പഠിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഭയങ്കര ലെങ്തായി പോയെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ ഷോർട്ടാക്കി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇനി ഇംഗ്ലീഷ് എക്സാം എഴുതുമ്പോൾ നോക്കേണ്ട കുറച്ച് ടിപ്സ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതുക. നിങ്ങൾ പഠിച്ചതൊക്കെ വരുള്ളൂ. സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ട് പോയി എക്സാം എഴുതുക കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.